ഇന്ത്യയിലും സവർണ ഫാഷിസം മറ്റൊരു ഭാഷയിൽ ഇന്ത്യയിൽ ഒരുപാട് കാലമായി ഇന്ത്യയിലെ സാധാരണ ജനവിഭാഗങ്ങളെ അടക്കി ഭരിക്കാൻ കൊതിക്കുകയായിരുന്ന ഇന്ത്യയിലെ സവർണ മേധാവിത്വം അവരുടെ അധികാരം ഭദ്രമാക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു ശത്രുവായിരുന്നു യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ ശത്രുക്കളായി പ്രതിഷ്ഠിച്ചുകൊണ്ടും ഇന്ത്യയിലെ കണ്ണിലെ കരടായി അവരെ അവരോധിച്ചുകൊണ്ടും അവരെ അപരവൽക്കരിച്ചുകൊണ്ടും അവരെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായി ചിത്രീകരിച്ചുകൊണ്ടും ഇന്ത്യയിൽ അധികാരം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ നേടിയ ഫാസിസ്റ്റുകളെ കുറിച്ച് നമ്മൾ കരുതിയത് ചില ജനവിഭാഗങ്ങൾ മാത്രമാണ് അവരുടെ ശത്രുക്കൾ എന്നാണ്. പക്ഷെ സമീപകാലത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫാസിസ്റ്റുകൾ ചരിത്രത്തിന് നേരെ നടത്തുന്ന കടന്നാക്രമണം കാണുമ്പോൾ ചരിത്രവും അവരുടെ ശത്രുക്കളായി മാറുന്നതായി നമുക്ക് കാണുന്നു. ചരിത്രം ഫാസിസ്റ്റുകളുടെ ശത്രുക്കളായി മാറുന്നത് ചരിത്രത്തിന് സത്യസന്ധമായ ഒരു ഭൂതകാലത്തെക്കുറിച്ച് നമ്മോട് സംവദിക്കാനുള്ളത് കൊണ്ടാണ്. ഇന്ത്യയിൽ അപരവൽക്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യയിൽ നിന്ന് പുറന്തള്ളണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനവിഭാഗം ഈ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിലും ഈ രാജ്യത്തിന്റെ മഹത്തായ പുരോഗതിക്കും സംഭാവനയർപ്പിച്ചു എന്ന് സമ്മതിക്കാൻ ഫാസിസ്റ്റുകൾക്ക് ഒരിക്കലും സാധ്യമല്ല. ഇതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിന് നേരെയുള്ള കടന്നാക്രമണം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ഭീഷണിയാണ് ചരിത്രത്തിൽ സംഭാവനകളെന്ന് ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾക്കറിയാം. ഈ സംഭാവനകളെ കുറിച്ചുള്ള ഗതകാല സ്മൃതികൾ മുസ്ലിം മനസ്സുകളിൽ നിലനിൽക്കുന്ന കാലത്തോളം ഈ രാജ്യത്തിൽ നിന്നും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ വളരെ കുറഞ്ഞ ഒരു ന്യൂനപക്ഷം മാത്രം വരുന്ന സവർണ ഫാസിസ്റ്റുകളുടെ മാത്രം രാജ്യമായി അവശേഷിക്കില്ല എന്നും ഇന്ത്യ ഞങ്ങളുടെ എല്ലാവരുടെയും രാജ്യമാണ് എന്ന ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കപ്പെടുമെന്നും ഇന്ത്യയുടെ ശത്രുക്കളായ ഫാസിസ്റ്റുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഭൂതകാലത്തെക്കുറിച്ചുള്ള സ്മരണകളില്ലാതാക്കിക്കൊണ്ട് ഭൂതകാലത്തിൽ അവരെ പ്രചോദിപ്പിക്കാൻ സാധ്യതയുള്ള ചരിത്ര സംഭവങ്ങളെ കുറിച്ചുള്ള വിസ്മൃതി ഇവിടെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ഒരു ജനതയെ വന്ധ്യംകരണം ചെയ്യാനും ഒരു ജനതയെ ഷണ്ഡീകരിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ ഫാസിസ്റ്റുകൾ യഥാർത്ഥത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു പുതുമയുള്ള സംഭവങ്ങളൊന്നും ആയിരുന്നില്ല. നാം ലോക ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, ലോകത്ത് ഏറ്റവും ക്രൂരമായ നരമേധത്തിന്റെ ഒരു ചരിത്രഘട്ടമെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ചരിത്രഘട്ടം കൊളോണിയൽ അധിനിവേശത്തിന്റെ ചരിത്രഘട്ടമാണ്. കൊളോണിയൽ അധിനിവേശത്തിനും ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമാനത രണ്ടും ഒരുപോലെ വംശീയതയിൽ വിശ്വസിക്കുന്നുവെന്നാണ്. വെള്ളമേധാവിത്വ മനോഭാവവുമായി ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഭൂഖണ്ഡങ്ങളിലേക്ക് യാത്ര ചെയ്ത വെള്ളമേധാവികൾ വിശ്വസിച്ചത് ലോകമെന്ന് പറഞ്ഞാൽ വെള്ളക്കാർക്ക് മാത്രം അനുഭവിക്കാനുള്ളതാണ് എന്നും വെള്ളയൊഴിച്ചുള്ള ഒരു നിറം തന്നെ ലോകത്ത് ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്നുമായി ഒരു വിഭാഗത്തെ കുറിച്ച് അവർ കറുത്തവരെന്ന് പറയുന്ന ഒരു വിഭാഗം ദൈവത്തിന്റെ കയ്യബദ്ധം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ് എന്നും മനുഷ്യൻ എന്ന് പറയുന്ന സംജ്ഞയിൽ നിർവചിക്കപ്പെടാൻ അർഹതയില്ലാത്ത ആ ജനവിഭാഗം ചരിത്രത്തിൽ നിന്ന് പുറന്തള്ളേണ്ടവരാണ് എന്നും വിശ്വസിച്ചുകൊണ്ടാണ് കൊളോണിയൽ അധിനിവേശ ശക്തികൾ ചരിത്രത്തിൽ പല നാടുകളിലും അധിനിവേശ മോഹങ്ങളുമായി കടന്നു വന്നത്. സമാനമായ സ്വഭാവത്തിൽ ആര്യവംശീയവാദം എന്ന് പറയുന്ന ഒരു പ്രത്യേക വംശീയവാദത്തെ പ്രോജ്വലമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ തന്റെ നാസി പ്രസ്ഥാനത്തിന് അടിത്തറയൊരുക്കിയത്. ഇന്ത്യൻ ഫാസിസത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും സവർണ മേധാവിത്വം എന്ന് പറയുന്ന കാവി ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഒരു പ്രത്യേക വംശത്തിന് മാത്രം അനുഭവിക്കാനുള്ളതാണ് ഈ ലോകത്തുള്ള വിഭവങ്ങളെന്നും ഈ ലോകത്തുള്ള സമ്പത്ത് എന്നും ഈ രാജ്യമെന്നും ആ ജനവിഭാഗങ്ങൾക്കപ്പുറമുള്ള മുഴുവൻ ആളുകളും തന്നെ ഇവിടെ നിന്ന് പുറന്തള്ളപ്പെടേണ്ടവരാണ് എന്നുമുള്ള ഒരു സവർണ മനോഘടനയെ ഏറ്റവും മഹത്തരമായ ഒരു മനോഘടനയായി അവതരിപ്പിച്ചുകൊണ്ട് അതിനെ വളരെ സുന്ദരമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഫാസിസവും ഇവിടെ നിലയുറപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. വെള്ളമേധാവികൾ അധിനിവേശ മോഹങ്ങളുമായി ലോകത്തിന്റെ പല നാടുകളിലേക്കും കടന്നുപോയപ്പോൾ അവർക്ക് മുമ്പിലും ചരിത്രം ഒരു ഭീഷണിയായി അവശേഷിച്ചു.
പ്രത്യേകിച്ച് ചരിത്രത്തെക്കുറിച്ചുള്ള അവബോധമുള്ള ചില ജനവിഭാഗങ്ങൾ തങ്ങളുടെ കഴിഞ്ഞകാല ചരിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വെള്ള മേധാവിത്വത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകിയപ്പോൾ ചരിത്രത്തെക്കുറിച്ചുള്ള അവബോധം ഏതൊരു സമൂഹത്തിന്റെയും വർത്തമാനാൽ നമ്മുടെ ഭൂതകാലം, നമ്മുടെ ചരിത്രം ഇങ്ങനെയല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വർത്തമാനം മറ്റൊന്നാകുമായിരുന്നു. നമ്മൾ ഇന്നത്തെ കുറിച്ച് സംസാരിക്കുകയാണ് എങ്കിൽ തന്നെ, കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തെ കുറിച്ച് പറയുകയാണ് എങ്കിൽ തന്നെ, വാഗൻ കൂട്ടക്കൊല എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മലബാറിലെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പൊരുതിയില്ലായിരുന്നുവെങ്കിൽ, അതിനു മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ ആ കുഞ്ഞാലി മരക്കാറും അതുപോലെ തന്നെ തുഹ്ഫത്തുൽ മുജാഹിദീന്റെയും തഹ്രീദിന്റെയും രചയിതാക്കളായ സൈനുദ്ദീൻ ഇബ്നു മഖ്ദൂമുമാരുമൊക്കെ സമരം ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അതിനു മുമ്പ് വിശുദ്ധ ഖുർആൻ പോലെയുള്ള മനുഷ്യ സമത്വത്തിലും നീതിയിലും ധർമ്മത്തിലും അനീതിക്കെതിരെ ഉറച്ചു നിന്ന് പോരാടലാണ് എന്നും അതാണ് ഏറ്റവും ഉജ്ജ്വലമായ സമരമെന്നും കലിമത്തു അഫ്ദലുൽ ജിഹാദി കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ, മർദ്ദകനായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് സത്യം വിളിച്ചു പറയലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മസമരമെന്നുമുള്ള ഒരു ചരിത്രപാഠം മുസ്ലിങ്ങൾക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള ചരിത്രപാഠം മുസ്ലിങ്ങൾക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ അധിനിവേശ മോഹങ്ങളുമായി സമൂഹത്തെ കൊള്ളയടിക്കാനും സമൂഹത്തെ മർദ്ദിക്കാനും വരുന്ന ഏകഛത്രാധിപതികളായ ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിക്കുന്ന ശക്തികൾക്കെതിരെ പടപൊരുതുക എന്നത് വിശുദ്ധമായ ഒരു മതപാരമ്പര്യത്തിന്റെയും ഒരു മതഗ്രന്ഥത്തിന്റെയും അടിസ്ഥാന ആശയമല്ലായിരുന്നുവെങ്കിൽ കുഞ്ഞാലി മരക്കാറെ സമരരംഗത്തുണ്ടാകുമായിരുന്നില്ല. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിക്കാൻ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അതുപോലെയുള്ള ഒരുപാട് മലബാറിലെ സ്വാതന്ത്ര്യ സമര പോരാളികളും സമരരംഗത്ത് ഉറച്ചു നിൽക്കുമായിരുന്നില്ല. കാരണം അവർക്ക് പ്രചോദനമായി വർത്തിച്ചത്, അവർക്ക് പ്രചോദനമായി മാറിയത് അവരുടെ പാരമ്പര്യമായിരുന്നു, അവരുടെ ചരിത്രമായിരുന്നു, അവരുടെ വിശ്വാസമായിരുന്നു, അവർ വിശ്വസിച്ച ഒരു ലോകവീക്ഷണമായിരുന്നു. ഈ ലോകവീക്ഷണം നിലനിൽക്കുന്ന കാലത്തോളം ഏതൊരു സമൂഹത്തിലും സമാനമായ പ്രതികരണങ്ങളും സമാനമായ പോരാട്ടങ്ങളും ഉണ്ടാകുമെന്ന് അധിനിവേശ കാലഘട്ടത്തിലെ ബ്രിട്ടീഷുകാർക്കും ഡച്ചുകാർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രത്തെ മറച്ചു പിടിക്കാൻ വേണ്ടി, ചരിത്രത്തെ കുഴിച്ചു മൂടാൻ വേണ്ടി, ചരിത്രത്തിൽ ഗതകാല ചരിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ നാടുകളിൽ അധിനിവേശ മോഹവുമായി കടന്നു വന്നിരിക്കുന്ന അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തെ നിർവീര്യമാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരും ഡച്ചുകാരുമൊക്കെ പല മുസ്ലിം നാടുകളിലും ചെയ്തത് അവരുടെ ലിപി തന്നെ മാറ്റുക എന്നതായിരുന്നു. ഉദാഹരണത്തിന് ഇന്തോനേഷ്യയിൽ ഡച്ചുകാരെ അവരുടെ ഭാഷ മാറ്റാൻ ശ്രമിച്ചു, അവരുടെ ലിപി മാറ്റാൻ ശ്രമിച്ചു. മലേഷ്യയിൽ ബ്രിട്ടീഷുകാർ അവരുടെ ലിപി മാറ്റാൻ ശ്രമിച്ചു. കാരണം ലിപി നിലനിൽക്കുന്ന കാലത്തോളം പൂർവ്വ പണ്ഡിതന്മാരും പൂർവ്വ നേതാക്കന്മാരും രചിച്ച പുസ്തകങ്ങൾ അവർ വായിക്കും. ആ പുസ്തകങ്ങൾ വായിക്കുന്ന കാലത്തോളം അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പും ഒരു സമരവും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകും. സ്വാഭാവികമായും അത് തടഞ്ഞു നിർത്താൻ വേണ്ടി, ചരിത്രത്തെ തമസ്കരിക്കാൻ വേണ്ടി ഭാഷയ്ക്ക് നേരെ വരെ അധിനിവേശ ശക്തികൾ കയ്യേറ്റം നടത്തിയെന്ന് ചരിത്രം നമ്മോട് പറയുന്നു. സമാനമായ സ്വഭാവത്തിൽ തന്നെയാണ് ഇന്ത്യൻ ഫാസിസ്റ്റുകളും എന്നും ഇന്ത്യയുടെ ചരിത്രം കാവ്യ ബ്രാഹ്മണ്യത്തിന്റെ ചരിത്രമാണ് എന്നും ഒരുപക്ഷെ മൈക്ക് കെട്ടിക്കൊണ്ട് പ്രസംഗിക്കാന് ഫാസിസ്റ്റുകൾക്ക് സാധിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് നഗരങ്ങൾ അവശേഷിക്കുന്ന കാലത്തോളം, ഇന്ത്യയിൽ ഒരുപാട് നഗരങ്ങൾ അവശേഷിക്കുന്ന കാലത്തോളം, അലഹബാദിനെ പോലെയുള്ള ഔറംഗബാദിനെ പോലെയുള്ള നഗരങ്ങൾ അവശേഷിക്കുന്ന കാലത്തോളം, അതുപോലെ തന്നെ 1921 നടന്ന ഇവിടെയുള്ള മലബാറിൽ നടന്നതുപോലെയുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചുള്ള സ്മരണകൾ മുസ്ലിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്ന കാലത്തോളം, വാഗൻ കൂട്ടക്കൊലയെ പോലെയുള്ള സംഭവങ്ങളെ മുസ്ലിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്ന കാലത്തോളം ചരിത്രത്തെ മായ്ച്ചു കളയാൻ അധിനിവേശ മോഹവുമായി നടക്കുന്ന
നടക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾക്ക് സാധ്യമല്ല. ഇവിടെ വെച്ചാണ് ഈ ഒരു വസ്തുത, ഈ ഒരു യാഥാർത്ഥ്യം ഫാസിസ്റ്റുകൾക്ക് സൃഷ്ടിക്കുന്ന അസ്വസ്ഥതയിൽ നിന്നാണ് ചരിത്രത്തെ മാറ്റിക്കുറിക്കുക എന്ന ബോധത്തോടുകൂടി, ചരിത്രത്തെ തിരുത്തിയെഴുതുക എന്ന ബോധത്തോടുകൂടി ഇന്ന് ചരിത്രത്തിന് നേരെയുള്ള ഒരു കടന്നാക്രമണം ഫാസിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമതായി. രണ്ടാമതായി, ഇന്ത്യൻ ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെ ചരിത്രമാണ്. ഇന്ത്യൻ ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ഭീഷണിയായി അവരുടെ ചരിത്രം അവരുടെ മുമ്പിലുണ്ട്.